സായന്തനം ചന്ദ്രികാ ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മലയോല ചാർത്തി കിളി വസന്തം ഉണരാത്തതെന്തേ പ്രിയനേ സായന്തനം ചന്ദ്രികാ ലോലമാ. വിൽവാദ്രിയിൽ തുളസീദളം ചൂടാൻ വരും മേഘവും ശാലീനയായി പൊന്നാതിര പൂതേടുമീ തിന്നലും നീയൊരുങ്ങും അമരരാത്രിയിൽ തിരുവരങ്ങിലമൃതവർഷമായി പനിനീർത്തളിക്കുവാൻ ഇന്ദ്രദൂതുമായി വന്നു സായന്തനം ചന്ദ്രികാ ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മലയോല ചാർത്തി കിളി വസന്തം ഉണരാത്തതെന്തേ പ്രിയനേ. ഒരിക്കലും പകരം വയ്ക്കാനാവാത്ത ആ പ്രതിഭയ്ക്ക് മുന്നിൽ, രവീന്ദ്രൻ മാഷ് എന്ന മഹാനായ സംഗീതജ്ഞന് മുന്നിൽ സർവ്വ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡ്യുവറ്റിൽ എന്നോടൊപ്പം ഡ്യുവറ്റിൻ്റെ മ്യൂസിഷ്യൻസായ റാൽഫിൻ സ്റ്റീഫൻ ഓൺ പിയാനോ, സൗന്ദരരാജൻ മാസ്റ്റർ ഓൺ വീണ, അതേപോലെ തന്നെ രാജേഷ് ഓൺ ഫ്ലൂട്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ ഒരു നല്ലൊരു മ്യൂസിക്കൽ ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡ്യുവറ്റിലെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി തന്നിട്ടുള്ള ഒരു ഗായികയാണ്. അതോടൊപ്പം തന്നെ കുറേ വർഷങ്ങളായി സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളൊരു സിംഗറാണ്. എ കംപ്ലീറ്റ് പെർഫോമർ ആൻഡ് പ്ലേ ബാക്ക് സിംഗർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായ ദ ഗോർജിയസ് രഞ്ജിനി ജോസ്. നമ്മളിപ്പോൾ ഷോസിനൊക്കെ ഒരുപാട് കാണാറുണ്ട്. പേഴ്സണലി വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. പക്ഷെ എന്നാലും ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു ആസ്ക് യു, ശരിക്കും തുടക്കം മ്യൂസിക് എവിടെ നിന്നാണ് രഞ്ജിനിയുടെ ഉണ്ടായത് എന്നുള്ളത്. അതിനു ആൻറ്റി പാടും എന്നുള്ളത് അറിയാം. അപ്പോൾ ആൻറ്റിയുടെ ഇൻട്രസ്റ്റ് ആയിരുന്നോ അങ്കിളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നോ പാട്ട് പഠിപ്പിക്കാനായിട്ട്? മമ്മി ആക്ച്വലി പാട്ടുകാരിയായിരുന്നു. ഡാഡി മമ്മീനെ കല്യാണം കഴിച്ചതും പാട്ട് കണ്ടിട്ടാണ്. അപ്പൊ പാട്ട് ആക്ച്വലി അവിടെ നിന്ന് തുടങ്ങി, എനിക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടുതലും ഡാഡിക്കാണ്. ആന്റി ആക്ച്വലി പ്ലേ ബാക്ക് ചെയ്തിട്ടുള്ളതാണ്. മമ്മി ഒരുപാട് പ്ലേ ബാക്ക് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാനന്ദൻ അങ്കിൾ, ദാസർ എല്ലാവരും കൂടെ പാടിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണേട്ടൻ, ഇവിടുത്തെ അമൃതയുടെ സ്വന്തം കൃഷ്ണേട്ടൻ, ഇവരെല്ലാരും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അമ്മ തന്നെയാണ് എന്നും ടീച്ചർ. പിന്നെ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ബിന്നി ചേച്ചിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ പിന്നെ മാലിനി ഹരിഹരൻ മാമിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വേറെ പഠിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് മെയിനായിട്ടുള്ള ഗുരു അമ്മ തന്നെയാണ്. രഞ്ജിനിയുടെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ള ലിമിറ്റഡ് ടൈമിൽ വെച്ച് രഞ്ജിനെ കൊണ്ട് മാക്സിമം പാടിപ്പിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഡുവറ്റ് എപ്പോഴും കാണും. രാമാണെങ്കിലും ഞാനാണെങ്കിലും വി ഓൾവേസ് വാച്ച് ഡുവറ്റ്. ആരൊക്കെ വരുന്നു വി ഓൾവേസ് ഫോളോ ഡുവറ്റ്.
ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് വൺ ഓഫ് യുവർ സോങ്സ്. Okay. അപ്പം ഏതാണ് രഞ്ജിനിക്ക് പാടാൻ തോന്നുന്നത്? ഇപ്പോൾ അടുത്ത് റിലീസ് ആവാൻ പോകുന്ന സ്വർഗത്തേക്കാൾ സുന്ദരം എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. ഓക്കെ. ശ്രീനിവാസൻ സാറിൻ്റെ മൂവിയാണ്. അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എൻ്റെ കൂടെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത എൻ്റെ ടീമിൽ ഒരു അംഗമായ രാകേഷ് കേശവൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഓക്കെ. അതിൽ ഞാൻ പാടിയിരിക്കുന്നത് വിജയുടെ കൂടെ ഒരു ഡുവറ്റാണ്. ലവ്ലി ലവ്ലി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദാറ്റ് സോങ്. അരികെ അരികെ വിരിയും തളിരേ മഴവിൽ ചിറകിൽ അണയും കുളിരേ നിന്നല്ലിളം നെറ്റിയിൽ പൊന്നുമ്മ തന്നിടാം നിൻ കൊഞ്ചലും കളിത്തഞ്ചവും തരുമോ കുഞ്ഞമ്പിളി ചിരിയായി അരികെ അരികെ വിരിയും തളിരേ മഴവിൽ ചിറകിൽ അണയും കുളിരേ നിന്നല്ലിളം നെറ്റിയിൽ പൊന്നുമ്മ തന്നിടാം നിൻ കൊഞ്ചലും കളിത്തഞ്ചവും തരുമോ കുഞ്ഞമ്പിളി ചിരിയായി. നീലേ മേലേ ദൂരെ പാറും വർണ്ണം ചേലായി തേടും നിൻ മനമോ എന്നുയിരേ താളം തുള്ളി നീളെ പായും പുഴകൾ പാടും ഈണം നിന്നഴകോ കൺകുളിരേ കാണാക്കുയിലിൻ സംഗീതം നിൻ നെഞ്ചിനുള്ളിലെ സല്ലാപം ഇനി എന്നും നിന്നിൽ മിന്നും പൂക്കാലം അരികെ അരികെ വിരിയും തളിരേ മഴവിൽ ചിറകിൽ അണയും കുളിരേ നിന്നല്ലിളം നെറ്റിയിൽ പൊന്നുമ്മ തന്നിടാം നിൻ കൊഞ്ചലും കളിത്തഞ്ചവും തരുമോ കുഞ്ഞമ്പിളി ചിരിയായി. Such a beautiful song, രഞ്ജിനി. നല്ല രസമുണ്ട്, നല്ല പിക്ചറൈസേഷനും നന്നായിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് ഐ റിയലി ഹോപ്പ് ആൻഡ് പ്രേ ദറ്റ് യുനോ മൂവി ആയാലും നല്ല രീതിയിൽ വരട്ടെ എന്നുള്ളത് ശരിക്കും ആശംസിക്കുകയാണ്.